ഹലോ ഫ്രണ്ട്സ്, പെസഹ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പെസഹ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും ക്ഷമിക്കാം. അപ്പോൾ ആദ്യം ഞങ്ങളുടെ വീട്ടിലായിരുന്നു അപ്പം മുറിക്കാൻ പപ്പ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെ മുതിർന്ന ആളാണ് എല്ലാം മുറിച്ച് എല്ലാവർക്കും തരുന്നത്. ആദ്യം പ്രാർത്ഥിച്ചു, അതിനുശേഷം പപ്പ അപ്പമൊക്കെ മുറിച്ചു, എല്ലാവർക്കും തന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അടുത്തെന്ന് പറഞ്ഞാൽ 2 അപ്പമുണ്ട്. ഒന്ന് കുരിശപ്പം പുഴുങ്ങിയെടുക്കുന്നതും പിന്നെ ചുട്ടെടുക്കുന്ന അപ്പം കുറേ ഉണ്ടാക്കും, അയൽവക്കത്തൊക്കെ കൊടുക്കും. പക്ഷെ കുരിശപ്പം ഒന്നേ ഉണ്ടാക്കുള്ളൂ. ആ ഒരു സമയത്ത് മുറിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പം തന്നെ കഴിച്ചും തീർക്കും. അത് അടുത്ത ദിവസത്തേക്ക് വെക്കാൻ പറ്റത്തില്ല. പിന്നെ പാലാണെങ്കിലും കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് മാത്രം കുടിക്കുന്ന രീതിയിൽ. അടുത്ത ദിവസത്തേക്കൊന്നും വെച്ചത് കൊള്ളത്തില്ല, ഉണ്ടാവും. അങ്ങനെ വെക്കാനും പാടില്ല എന്നാണ്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി മമ്മിയുടെ അടുത്തായിട്ട് പോകുന്നതാണിത്. മമ്മി പപ്പയുടെ അടുത്തായിട്ട് അവിടെയും ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അപ്പം മുറിക്കുന്നത്. അതങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അവിടെയും ഇതുപോലൊക്കെ തന്നെയാണ്. ചുട്ടപ്പവും പുഴുങ്ങിയപ്പമൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഇത്. നേരിമംഗലം ഏരിയയിലാണ് തോന്നുന്നു ഇങ്ങനെ. എല്ലാ ഏരിയയിലും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചിലവർക്ക് പുഴുങ്ങിയപ്പം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇങ്ങനെ കഴിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഓലയിട്ട പാലും കുരിശ് വെച്ച് മുറിച്ച അപ്പമൊന്നും അന്യജാതിക്കാർക്ക് കൊടുക്കരുത് എന്നൊക്കെയാണ് ഈ വയസ്സായവർ പറയുക. അങ്ങനെയൊക്കെയാണ് കേൾക്കുന്ന ഒരു അറിവ് എനിക്കുള്ളൂ, അല്ലാണ്ട് എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്നോടൊന്നും തോന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ മറ്റേ ചുട്ടുണ്ടാക്കുന്ന അപ്പം ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ പെസഹ വിശേഷങ്ങൾ. ഞങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, എല്ലാവരും ഒന്നും നാട്ടിലില്ല. അത്രേ ഉള്ളൂ. ബൈ ബൈ.